എം ജെ, അതുപോലെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കർത്താവിന്റെ ഗുരുദാസൻ ഡോക്ടർ സാം ചാക്കോ അവരുകൾ. ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായ അഭിഷിക്ത വൃന്ദങ്ങൾക്കും എല്ലാ ദൈവമക്കൾക്കും വിശേഷാൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗീതങ്ങൾ പാടി നമ്മെ ആത്മീയ ആരാധനയിലേക്ക് നയിച്ച പ്രിയ സിസ്റ്ററുകൾ ഏവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്തൃദാസൻ ഓർപ്പിച്ചോലെ എന്റെ പേര് ഷിജു വർഗീസ് എന്നാണ്. സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലാണ്. ഞാൻ കുടുംബസ്ഥനാണ്. വൈഫ് ഹൗസ് കുമ്പനാട്. ഞങ്ങൾക്ക് ഒരു മകനുണ്ട്. അദ്ദേഹം എഞ്ചിനീയറിംഗിന് സെക്കൻഡ് ഇയർ ട്രിവാൻഡ്രത്ത് പഠിക്കുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ പെന്തക്കോസ്തൽ ചർച്ച് ഓഫ് ഗോഡിന്റെ തിരുവനന്തപുരം പേരുക്കട സെന്ററിലെ ഒരു ശുശ്രൂഷകനാണ് ഞാൻ. ഇപ്പോൾ നെടുമങ്ങാട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അപ്പോൾ തന്നെ ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്യും. എന്നെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ ഇതാണ്. നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ വിലപ്പെട്ടതാകിയ മൂരുകളൊന്നും പറഞ്ഞ് സമയം കളയാതെ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാമുറിയിൽ എന്നെ ഏൽപ്പിച്ച ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ വലിയ ദാസൻ ഓർപ്പിച്ച പോലെ ഈ മെസ്സേജിൽ എവിടെ വെച്ചെങ്കിലും എന്റെ സാക്ഷ്യം അന്ന് ഞാൻ നമ്മുടെ ഹെബ്രോൺ കോഴ്സിലും അല്പം മാത്രമേ പറഞ്ഞുള്ളൂ. എവിടെങ്കിലും സാക്ഷ്യം പറയാൻ ഒരു പ്രേരണ വരുന്നെങ്കിൽ ഞാൻ സാക്ഷ്യം ചേർത്ത് പറഞ്ഞോളാം. യഥാർത്ഥത്തിൽ ഇന്ന് എബ്രായ ലേഖനത്തിൽ നിന്നൊരു ഭാഗം ചിന്തിക്കാനാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതും മെസ്സേജ് പ്രിപ്പയർ ചെയ്തു. എന്നാൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എന്നെ ഏൽപ്പിച്ച ഒരു വചനത്തിന്റെ ഭാഗത്തിലേക്ക് വന്ന നമുക്കെല്ലാവർക്കും സുഹൃതമായ ഒരു വചന ഭാഗത്തിലേക്ക് വന്ന് ചില ചിന്തകൾ പങ്കുവെച്ച് നിർത്താൻ ആഗ്രഹിക്കും. വിശേഷാൽ ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച കർത്തൃഭൃത്യന്മാരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രാരംഭമായി തന്നെ നന്ദി അറിയിക്കുന്നു. മുരുളൊന്നും കൂടാതെ നമുക്ക് പെട്ടെന്ന് ഒന്ന് രണ്ട് വാക്യങ്ങളിലേക്ക് ഓടി വരാം. നമുക്ക് എല്ലാവർക്കും സുഹൃതമായ വേദപുസ്തക ഭാഗം യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യം. ഞാൻ തന്നെ ആ വാക്യം വായിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ബലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം മുടങ്ങി. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമായ വാക്യമാണ്. എങ്കിലും ഞാൻ പലയിടത്തും പറയുന്നൊരു കാര്യമുണ്ട്, ചേർത്ത് പറയട്ടെ. നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും ധ്യാനിക്കുന്നതും വിശുദ്ധ തിരുവചനമാകയാൽ ഓരോ ദിവസവും വ്യത്യസ്തമായ ദൂതുകൾ നമുക്ക് കൈമാറാൻ ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പ്രസംഗയുടെ പ്രഭുവായ C.S. സ്പർജൻ ഒരിക്കൽ ഒരു വേദിയിൽ താൻ ദൈവവചനം പ്രസംഗിച്ചിട്ട് താൻ ആ വേദി വിടുമ്പോൾ ഒരു ആത്മീയനായ ഒരു പിതാവ് വന്ന് സ്പർജനോട് ചോദിച്ചു, സ്പർജനെ, ഇത്രത്തോളം ശ്രേഷ്ഠമേറിയ മെസ്സേജ് നിനക്ക് എവിടുന്ന് കിട്ടുന്നു? വ്യത്യസ്തങ്ങളായ, നമുക്കറിയാം പ്രസംഗയുടെ പ്രഭുവാണ്. ഇത്രത്തോളം ശ്രേഷ്ഠമേറിയ മെസ്സേജ് നിനക്ക് എവിടുന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചപ്പോൾ സ്പർജൻ തിരിച്ചു പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: ഇന്ന് വരെ ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്തതും ലോകത്തിൽ ആർക്കും ദൈവം വെളിപ്പെടുത്തിയിട്ടില്ലാത്തതുമായ ദശലക്ഷക്കണക്കിന് മെസ്സേജുകൾ ഈ 31,173 വാക്യങ്ങളിൽ പിന്നെയും പരിശുദ്ധാത്മാവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ശ്രോതം, അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാൻ ഞാൻ എന്തിനാണ് ഇൻട്രഡക്ഷൻ ആ വാക്ക് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്ഥിരമായി കേൾക്കുന്നത് ധ്യാനിക്കുന്നതുമായ ഒരു വചനഭാഗത്തെ നമ്മൾ ചിന്തിക്കുന്നു. ഞാൻ ആവർത്തിച്ചല്ലോ, എബ്രായ ലേഖനം വിട്ട് പരിശുദ്ധാത്മാവ് ഈ ഒരു വാക്യം ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതുകൊണ്ട് ഇതിനകത്തെ ചില ചിന്തകൾ നമുക്ക് വിശേഷാൽ ഇന്ന് ചിന്തിക്കേണ്ടത് ഏലിയാവിന്റെ പ്രാർത്ഥന എന്നൊരു വിഷയമാണ്. ഏലിയാവിന്റെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. ഏലിയാവ് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. എന്നാൽ ഏലിയാവിന്റെ എഴുതപ്പെട്ട 5 പ്രാർത്ഥനകളാണ് ബൈബിളിലുള്ളത്. എഴുതപ്പെട്ട 5 പ്രാർത്ഥനകൾ. യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം ഏലിയാവ് 5 പ്രാവശ്യമേ പ്രാർത്ഥിച്ചുള്ളെന്നല്ല വാക്കിന്റെ അർത്ഥം. 5 പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളെന്നല്ല ആ വാക്കിന്റെ അർത്ഥം. ഏലിയാവ് പ്രാർത്ഥിച്ച തന്റെ ജീവിതത്തിന്റെ വിശേഷാൽ 3.5 വർഷത്തിന്റെ തന്റെ ജീവിതത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ആ 3.5 വർഷവും ഏലിയാവ് പ്രാർത്ഥിക്കുകയായിരുന്നു. അത് വചനത്തിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എത്രത്തോളം ഓടിയെത്താൻ പറ്റും അത്രത്തോളം നമ്മൾ വരും. എന്നാൽ ഏലിയാവിന്റെ എഴുതപ്പെട്ട 5 പ്രാർത്ഥനകൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം കൂടെ കാച്ചി കുറുക്കിക്കൊണ്ടാണ് ഇവിടെ യാക്കോബ് പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. നമുക്ക് ഇന്ന് ആ വിഷയത്തിലേക്കാണ് ഓടി വരേണ്ടത്. വിശേഷാൽ ഇത് റിവൈവൽ മീറ്റിംഗ് ആയതുകൊണ്ട് ഓൾഡ് ടെസ്റ്റമെന്റിൽ യഥാർത്ഥത്തിൽ റിവൈവിലേക്ക് നയിച്ച മനുഷ്യനാണ് ഏലിയാവ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൈയടിക്കുന്ന നല്ല കാര്യമാണ്, അന്യഭാഷ പറയുന്ന നല്ലതാണ്, നൃത്തം ചെയ്യുന്ന നല്ലതാണ്, ഇതൊക്കെ നല്ലതാണ്, അത്യന്താപേക്ഷിതമായ കാര്യമാണെങ്കിലും എന്താണ് റിവൈവൽ എന്ന് ചോദിച്ചാൽ ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവാണ് റിവൈവൽ. സ്വതം ദൈവത്തിങ്കിലേക്ക് മനസ്സുകൊണ്ട് നമുക്ക് മടങ്ങി വരാൻ കഴിയുന്നില്ലെങ്കിൽ
ദൈവത്തോട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: ഞങ്ങൾ നിങ്കലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ, പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് വചനത്തിൽ കിടക്കുന്ന പോലെ. യഥാർത്ഥത്തിൽ റിവൈവൽ എന്താണെന്ന് ചോദിച്ചാൽ അതാ, ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവ്. നമുക്ക് ആ വിഷയത്തിലേക്ക് പിന്നെ വരാം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഓടി വരികയാണ്. ഒന്ന് രണ്ട് കാര്യം ഇൻട്രഡക്ഷൻ പോലെ ഓർപ്പിച്ച്, ഏലിയാവിന്റെ പ്രാർത്ഥനകളുടെ 5 പ്രാർത്ഥനകൾ പറയാൻ പറ്റില്ല. ഒരു പ്രാർത്ഥനയെങ്കിലും ചൂണ്ടിക്കാണിച്ച് കർത്താവിനെ ഏൽപ്പിച്ച ദൂത് അവിടെയാണ്. ആ ഒരു പ്രാർത്ഥന മാത്രം ഒന്ന് പെട്ടെന്ന് കാണിച്ചു നിർത്താൻ കർത്താവിന് കൃപയിൽ ശരണപ്പെടുന്നു. നമ്മൾ വായിച്ച വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ കിടക്കുന്നത് 16-ാം വാക്യത്തിന്റെ അവസാനം കിടക്കുന്ന നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. വിശേഷാൽ നമ്മൾ ഇന്നത്തെ മെസ്സേജിന് ഒരു ടോപ്പിക്ക് കൊടുക്കുന്നത് എഫക്ച്വൽ പ്രയർ എന്നാണ്. ഫലകരമായ പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന, എനിക്കറിയാം ഈ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ വെർച്വൽ മീറ്റിംഗ് ആയിട്ട് നമ്മളിങ്ങനെ സൂമിലൊക്കെ മീറ്റിംഗ് നടത്തിയപ്പോ പ്രാർത്ഥിക്കാൻ ദർശനം പ്രാപിച്ച, കാഴ്ചപ്പാട് പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കളും അഭിഷക്തന്മാർ ഇതുപോലത്തെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ വേദനയാ എഫക്ച്വൽ പ്രയർ. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കാത്തവൻ ആ വേദന ഇല്ല കേട്ടോ. പ്രാർത്ഥിക്കുന്നവന്റെ വേദനയാണ് ഫലകരമായ പ്രാർത്ഥന. ഇന്ന് നമുക്ക് അല്പസമയം നമുക്കൊന്ന് വചന പഠനത്തിൽ കൂടെ ഒരു ബലകരമായ പ്രാർത്ഥന, എഫക്ച്വൽ പ്രയർ എങ്ങനെ വെളിപ്പെടുന്നതെന്ന് നമുക്കൊന്ന് പറഞ്ഞ് ഏലിയാവിലേക്ക് ഓടിക്കയറാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. എങ്കിലും പെട്ടെന്ന് ആ വാക്യത്തിലേക്ക് വരാൻ നമുക്ക് കഴിയില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യം ഇൻട്രഡക്ഷൻ പോലെ ഓർപ്പിച്ച് പെട്ടെന്ന് എന്റെ വിഷയത്തിലേക്ക് കയറി വരാം. നമുക്ക് ശ്രദ്ധിക്കണേ, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലേഖനങ്ങൾ എഴുതിയ എഴുത്തുകാർക്ക്, അല്ലെങ്കിൽ ലേഖനങ്ങൾ പലരാണ് എഴുതിയിരിക്കുന്നത്. പൊളൈൻ എപ്പിസ്റ്റൽസും ഉണ്ട്, അതുപോലെ ബാക്കിയുള്ള ദൈവദാസന്മാർ എഴുതിയ എപ്പിസ്റ്റൽസും ഉണ്ട്, അല്ലെങ്കിൽ യോഹന്നാൻ എഴുതി, പത്രോസ് എഴുതി, യാക്കോബ് എഴുതി, യൂദാ എഴുതിയ ലേഖനങ്ങളുണ്ട്. അപ്പോ എഴുതിയ എഴുത്തുകൾ വെച്ച്, അല്ലെ ലേഖനത്തിന്റെ ആ ഇതിവൃത്തം വെച്ച് ഈ എഴുത്തുകാർക്ക് വേദപഠിതാക്കൾ പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്നേഹത്തെ കുറിച്ച് എഴുതിയ യോഹന്നാൻ നമ്മൾ പേര് കൊടുത്തു സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. യോഹന്നാൻ തന്റെ സുവിശേഷത്തിലായാലും, യോഹന്നാൻ തന്റെ ലേഖനത്തിലായാലും, യോഹന്നാൻ തന്റെ വെളിപ്പാട് പുസ്തകത്തിലായാലും വെളിപ്പെടുത്തിയത് അത് സ്നേഹത്തെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വേദപുസ്തകത്തിന്റെ ഒത്ത ശ്രേഷ്ഠമേറിയ തീം എന്ന് പറയുന്ന വാക്യം യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ യോഹന്നാൻ തന്റെ സുവിശേഷത്തിനകത്ത് സ്നേഹത്തെ കുറിച്ച് എഴുതാനിടയായി. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നെന്ന് പറഞ്ഞ് 1 യോഹന്നാൻ 3:1 ദൈവസ്നേഹത്തിന്റെ ആഴം ലേഖനത്തിലും യോഹന്നാൻ വാരിച്ചു കാണിച്ചു. മാത്രമല്ല ദൈവം സ്നേഹമാകുന്നെന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് യോഹന്നാൻ വരച്ചു കാണിച്ചു. വെളിപ്പാട് പുസ്തകം മറ്റൊന്നല്ല കേട്ടോ, തന്റെ പട്ടമഹർഷിയാകുന്ന സഭയ്ക്ക് വേണ്ടി ആത്മമണവാളനാകുന്ന ക്രിസ്തു തന്റെ സ്നേഹഭാചനത്തിനു വേണ്ടി ഒരുക്കുന്ന മണിമകുടം, ആ ശ്രേഷ്ഠമായ മണിമന്ദിരത്തെ കുറിച്ച് പറഞ്ഞ് യോഹന്നാൻ എവിടെ പറഞ്ഞാലും അത് സ്നേഹത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ വേദപഠിതാക്കൾ യോഹന്നാൻ ഒരു പേര് കൊടുത്തു സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. ശ്രദ്ധിക്കണം. എന്നാൽ പത്രോസിന് നമ്മൾ പേര് കൊടുത്തത് പ്രത്യാശയുടെ അപ്പോസ്തലനാണ്. 1 പത്രോസ് 2 പത്രോസ് നമ്മൾ പഠിച്ചാൽ അവിടെ എല്ലാം പ്രത്യാശയെ കുറിച്ചാണ് പറഞ്ഞത്. തകർന്നിരിക്കുന്ന, നുറുങ്ങിയിരിക്കുന്ന ജീവിതങ്ങളെ നോക്കി 1 പത്രോസ് 5:6-7 വാക്യങ്ങൾ കിടക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളു. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുന്നതാകയാൽ അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പി. ഞാൻ യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഇതൊരു റിവൈവൽ മീറ്റിംഗ് ആയതുകൊണ്ട് കർത്തൃദാസൻ പാസ്റ്റർ MJ എബ്രഹാം പല ആവർത്തി പറഞ്ഞു ഇന്ന് ഒരു വിടുതൽ വെളിപ്പെടുമെന്ന്, ഒരു ഡെലിവറൻസ് വെളിപ്പെടുമെന്ന്. ആ ഒരു ശബ്ദത്തെ ദൈവാത്മാവ് ഏറ്റെടുത്തുകൊണ്ട് ആരോട് ഡിവൈസ് ഓൺ ചെയ്യാത്ത ദൈവാത്മാവ് വളരെ ശ്രദ്ധിക്കണേ, ഇതൊരു വചന വെളിപ്പാടാണ്. അല്ല, ഡിവൈസ് ഓൺ ചെയ്യാതെ അകത്തളങ്ങളിൽ ഡിവൈസ് ഓഫ് ചെയ്ത്, അതായത് വീഡിയോ ഓഫ് ചെയ്ത് ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന ഒരു സഹോദരിയല്ല, ഒരു മാതാവ്, ആ മാതാവിനോട് പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ ഒരു വാക്കിടപെടുന്നു. ഒരു വശങ്ങൾ ഡിവൈസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, പക്ഷെ ആരും അറിയാതെ ഉൾത്തടത്തിൽ നീർന്ന ചില വിഷയങ്ങളുടെ മേൽ എന്റെ കഷ്ടതയുടെ മധ്യത്തിൽ, എന്റെ നെടുവീർപ്പിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ രാജ്യത്ത്, ഞാനിപ്പോ ഹൂസ്റ്റണിലാണ് ഉള്ളത്, ഈ രാജ്യത്ത് തന്നെ ആളിരിക്കുന്ന ദൈവാത്മാവ് പറയുന്നു, അങ്ങനെ ഇരുന്ന് കരയുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ് വചന വെളിപ്പാട് ഓർപ്പിക്കുന്നു. വേദപുസ്തകം നൽകുന്ന നിരാശയല്ല കേട്ടോ. 1 പത്രോസ് 5:6 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ പരിശുദ്ധാത്മാവ് പിന്നെ വാക്കിടപെടുന്നു. ആര് കരുതുമെന്ന് ചോദിക്കുമ്പോ, ഈ കഷ്ടതയെ ആര് വിടുവിക്കുമെന്ന് ചോദിക്കുമ്പോ പരിശുദ്ധാത്മാ പ്രവചനാത്മാവിലെ വാക്കിടപെടുന്നു. അവൻ നിങ്ങൾക്കായി
കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവന്റെ മേലിട്ടുകൊള്ളുകയും. ഇത് പറയുമ്പോൾ കർത്താവിനോട് വെളിപ്പാട് പറഞ്ഞ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെ മെന്റലി ഉണ്ടാകുന്ന അല്ലെ ചില സ്ട്രെസ്സുകൾ കാരണം, ചില ടെൻഷനുകൾ കാരണം ഫിസിക്കലി ബോഡിയെ വീക്ക് ആകുന്ന BP പോലുള്ള അസ്വസ്ഥതകളെ കടത്തിവിട്ട് ദൈവവൈതലെ നിന്നെ അസ്വസ്ഥപ്പെടുത്തുമ്പോ ഇന്ന് വ്യക്തിപരമായി പരിശുദ്ധാത്മ വചനത്തിൽ ഓർപ്പിക്കുക. കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്ക്, വിളിച്ചിറക്കിയവൻ ആശ്രയിക്ക്. ഇന്നലകളിൽ അത്ഭുതം കണ്ട വ്യക്തിയല്ലേ, ഇന്നലകളിൽ അത്ഭുതങ്ങളുടെ കലവറകൾ കർത്താവ് തുറന്നതല്ലേ, അങ്ങനെയൊക്കെ സർവശക്തൻ ആശ്രയിക്ക്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് കർത്താവ്. ശ്രദ്ധിക്കണേ, നമ്മുടെ വിഷയത്തിലേക്ക് വരും. അപ്പോ പത്രോസിന് പേര് കൊടുത്തത് പ്രത്യാശയുടെ അപ്പോസ്തലൻ എന്നാണ്. അതുപോലെ തന്നെയാണ് പൗലോസിന് പേര് കൊടുത്തത്. പൗലോസ് വിശ്വാസത്തിന്റെ അപ്പോസ്തലനാണ്. വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ വാക്യത്തിലേക്ക് നമ്മൾ ഓടിക്കേറുക. അപ്പോ അല്ലെങ്കിൽ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞ യോഹന്നാന് വേർപെടുത്താക്കൾ സ്നേഹത്തിന്റെ അപ്പോസ്തലനും, പ്രത്യാശയെ കുറിച്ച് പറഞ്ഞ പത്രോസിന് പ്രത്യാശയുടെ അപ്പോസ്തലനും, വിശ്വാസത്തിന്റെ ബാലപാഠങ്ങള് ദൈവസഭയ്ക്ക് തലനാരിയുടെ വലിച്ചു കീറി പഠിപ്പിച്ച പൗലോസിന് വേർപെടുത്താക്കൾ വിശ്വാസത്തിന്റെ അപ്പോസ്തലന് പേര് കൊടുത്തപ്പോ ഇവിടെ യാക്കോബിന് കൊടുത്ത പേര് പ്രവർത്തികളുടെ അപ്പോസ്തലൻ എന്നാണ്. പ്രവർത്തികളുടെ അപ്പോസ്തലൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഞാനൊരു വാക്ക് ചേർത്ത് പറയട്ടെ, എന്നേക്കാൾ വചനം അറിയാവുന്ന അല്ലെങ്കിൽ അനവധി അഭിഷക്തന്മാരുടെ മധ്യത്തിലാണ് ഞാൻ വചനം പ്രസംഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഒരു സെക്കുലർ ലെവലിലേക്ക് അങ്ങ് മാറ്റാറുണ്ട് യാക്കോബിനെ. യഥാർത്ഥത്തിൽ യാക്കോബ് വളരെ ശ്രദ്ധിക്കണ, സമയത്തിന്റെ പരിമിതിയിൽ നമുക്ക് ഓടിയെത്തണം ഏലിയാവിന്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞാൻ അല്പം സ്പീഡിൽ പോകുന്നത്. അപ്പോ ഈ പ്രവർത്തികളുടെ അപ്പോസ്തലൻ എന്ന് യാക്കോബിനെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു സെക്കുലർ ആയിട്ട് അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹത്തിന് വിശ്വാസമില്ല, അദ്ദേഹത്തിന് വലിയ ആരാധനയില്ല, അദ്ദേഹത്തിന് ഈ കാഴ്ചപ്പാടൊന്നുമില്ല, ഒരു പ്രവൃത്തി മാത്രം പറയുന്ന ഒരു സെക്കുലർ പേഴ്സൺ ആയിട്ട് യഥാർത്ഥത്തിൽ യാക്കോബിനെ പരിചയപ്പെടുന്നത് അല്ല കേട്ടോ. യഥാർത്ഥത്തിൽ യാക്കോബ് പറയുന്നത് ഒരു സെക്കുലർ വർക്കിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ കേവലം ഒരു പ്രവൃത്തിയെ കുറിച്ചല്ല യാക്കോബ് പറയുന്നത്, വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? വളരെ ശ്രദ്ധിക്കണം നമ്മുടെ വാക്ക്. യാക്കോബ് പറയുന്നത് ഒരു സെക്കുലറായ ഒരു വർക്കല്ല, വിശ്വാസം ത്യജിച്ച, വിശ്വാസത്തെ വിട്ടൊരു വർക്കിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു പ്രവൃത്തിയെ കുറിച്ച്, വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. അതിന് തെളിവുണ്ട് കേട്ടോ. യാക്കോബ് 1-ാം അധ്യായത്തിൽ അദ്ദേഹം വിശ്വാസത്തിന്റെ പരിശോധനയെ കുറിച്ച് പറയുന്നു. 2-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നു. 3-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നു. 4-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ സമർപ്പണത്തെ കുറിച്ച് പറയുന്നു. 5-ാമത്തെ അധ്യായത്തിൽ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നു. വളരെ ശ്രദ്ധിക്കണേ, ഈ 5 അധ്യായത്തിൽ അദ്ദേഹം 5 തീമാണ് എടുത്തിരിക്കുന്നത്. ആ തീമിലേക്ക് പോയാൽ നമ്മുടെ സമയം പോകും. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു. 1-ാം അധ്യായത്തിൽ യാക്കോബ് പറയുന്നത് വിശ്വാസത്തിന് പരിശോധനയുണ്ട്, വിശ്വാസത്തിന്റെ പരിശോധനയുണ്ട്. അപ്പൊ ഇതിനകത്തിരിക്കുന്ന ആരൊക്കെയോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നീ പരിശോധന മാറുമെന്ന്. ദൈവത്തിലെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിച്ച നമുക്ക് എല്ലാവർക്കും അറിയാം. വിശ്വാസത്തിന്റെ പരിശോധനയെ കുറിച്ച് യാക്കോബ് പറയുന്നത്, നീ കൊള്ളാവുന്നവനായി തെളിഞ്ഞു വന്ന ശേഷം ഇതിനകത്ത് പിന്നെ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വചന വെളിപ്പാടായി ഓർപ്പിക്കുന്നു. ദൈവദാസന്മാര് പറയുന്ന കാര്യം ഞാൻ ഒന്ന് ആവർത്തിച്ചു പറയുക. നമുക്കറിയാവുന്ന കാര്യമാ, ദൈവാത്മാവിനെ നിർബന്ധിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഈ റോഡിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോഴേ, വിശേഷ നിങ്ങൾ ഈ കേരളത്തിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത്, ഇന്നത് കാണാൻ പറ്റിയല്ല, പണ്ടത്തെ കാലത്ത് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കോളേജ് പഠിക്കുന്ന കാലത്ത് ഈ ഈ ജൂവലറിയുടെ മുമ്പിൽ, പണ്ടൊക്കെ, ഇപ്പോഴൊന്നും അതില്ല, നമ്മളൊക്കെ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമായിരുന്നു. സ്വതം പണ്ട് കോളേജ് പഠിച്ചപ്പോഴും യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ചില ജൂവലറിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഒരു തട്ടൻ, ആരോടോ ദൈവാത്മാവ് ഒരു ദൂത് പറയുക സമയത്തിന്റെ പരിമിതിയിൽ നിന്ന്. ശ്രദ്ധിക്കണേ, ഒരു തട്ടാൻ ഈ പൊന്നുരുക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ദൈവദാസന്മാർ ആവർത്തിക്കുന്ന കാര്യ, ഒരു പാത്രത്തിനകത്ത്, മൺപാത്രത്തിനകത്ത്, വേദോസ്തത്തിലുള്ള വാക്യം ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ശ്രദ്ധിക്കണേ, അല്ല, ഒരു മൺപാത്രത്തിനകത്ത് ഉമിക്കകത്തേക്ക് തീയിട്ടിട്ട് 1-2 പവൻ പൊന്ന് ഈ തട്ടാൻ ഇതിനകത്തേക്ക് ഇടും. നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. ജൂവലറിയുടെ മുമ്പിലുണ്ട്, ചെറിയ ചെറിയ കടകളുടെ മുമ്പിൽ. അപ്പോ എന്നിട്ട് ഇദ്ദേഹം ഒരു ലെൻസ് വെച്ചിട്ട് ഇതിനെ നോക്കാനിടയാകും, ഈ പൊന്നിനെ. സ്വതം നമ്മൾ എത്ര അതിനടുത്ത് പോയി സംസാരിച്ചാലും, ഞാൻ അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ അദ്ദേഹത്തിന് എടുക്ക പോയി ഈ പൊന്നിലേക്ക് നോക്കിന്ന് എന്തൊക്കെ സംസാരിച്ചാലും ആ മനുഷ്യൻ ആ ലെൻസിൽ നിന്ന് കണ്ണുയർത്തില്ല. അദ്ദേഹത്തിന് അറിയാം വിലയേറിയ പൊന്ന് ആ തീക്കകത്ത് കിടപ്പുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ചിലരോടായ ദൈവാത്മാവ് ഒരു ദൂതടപെടുക കേട്ടോ, വിശ്വാസത്തിന്റെ പരിശോധന. ആ വിലയേറിയ പൊന്നിട്ടിരിക്കുക, അതിനകത്ത് വിലയേറിയ സ്വർണം അതിനകത്ത് ഇട്ടിട്ട് അദ്ദേഹം അതിനകത്തേക്ക് നോക്കിയിരിക്കുക സ്വതം. അപ്പോ അദ്ദേഹത്തോട് നമുക്കൊന്ന് ചോദിക്കാം, തട്ടാനെ എപ്പോഴാ ഈ പൊന്ന് ഇതിനകത്തൊന്ന് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ തട്ടാൻ പറയും, എനിക്കൊരു
കണക്കുണ്ട്. വളരെ ശ്രദ്ധിക്കണം ചിലരോടായി. അല്ല, എനിക്കൊരു കണക്കുണ്ട്. എപ്പോഴാ തട്ടാനെ നീ ലെൻസിനകത്തല്ല നോക്കിയിരിക്കുന്നത്. ഈ ലെൻസിനകത്തൂടെ നോക്കിയാൽ ഞങ്ങൾ നോക്കുന്നത് പോലെ നഗ്ന നേത്രങ്ങൾ കൊണ്ടല്ല നീ കാണുന്നത്. ഈ പൊന്നൊന്നും കൂടെ നിനക്ക് എടുത്തു കാണാൻ പറ്റും. അല്പം കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ നിനക്ക് പറ്റും. എപ്പോഴിതിനകത്തുനിന്ന് എടുക്കുമെന്ന് ചോദിച്ചാൽ ഈ തട്ട നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ മുഖം എപ്പോൾ ഈ പൊന്നിനകത്ത് കാണുമോ അപ്പോൾ പൊന്നിന്റെ കീടം മാറും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒന്ന് സ്തോത്രം പറഞ്ഞാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. എന്റെ മുഖം ഒരു തട്ടാന്റെ മുഖം എപ്പോൾ ആ പൊന്നിനകത്ത് താൻ കാണുമോ, എത്ര തെളിവാർന്ന് കാണുമോ, അപ്പോൾ ആ പൊന്നിന്റെ കീടം പോയെന്ന് തട്ടാന് മനസ്സിലാകുമെങ്കിൽ ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്ന ചിലരോട് വചനത്തിന്റെ വെളിപ്പാടായി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു തട്ടാൻ, ഒരിക്കലും ഒരു തട്ടാൻ ഒരു പൊന്ന് തീക്കകത്തിട്ടിട്ട് ആ തട്ടാൻ ഒരിക്കലും സ്വത്രം കാപ്പി കുടിക്കാൻ പോകില്ല കേട്ടോ, കോഫി ഷോപ്പിൽ പോകില്ല കേട്ടോ. ആ തട്ടാൻ ആ പൊന്നിലിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചില കഷ്ടങ്ങളിൽ കൂടെ പോകുന്ന ചിലര് ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ദൂതറവിടുന്നു. അവരെ ഒന്ന് ഉറപ്പിക്കാനാ പറഞ്ഞത്. ദൈവത്തിനെ നീ ഒരു പൊന്നാകട്ടോ. ചിലര് പറഞ്ഞൊരു കാര്യം, എന്റെ ടോപ്പിക്ക് നീണ്ടുപോകുന്നു എങ്കിലും ഒരു വാക്ക് ദൈവാത്മാവ് നിർബന്ധിക്കുന്നുണ്ട്. ദൈവത്തിലെ നമ്മൾ വിലയില്ലാത്തവരൊന്നും അല്ല കേട്ടോ, നമ്മൾ നല്ല വിലയുള്ളവരാ. നമ്മുടെ വില എന്നാന്നറിയാമോ? അല്ല, നീ വിലയില്ലെന്ന് ദൈവത്തിന്റെ ലിസ്റ്റിലില്ലെന്നൊക്കെ പറഞ്ഞ് പിശാച് കാതിൽ മന്ത്രിക്കുമ്പോ ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ധൈര്യത്തോടെ പറ, പിശാച് എന്റെ വില എന്നാന്നറിയാമോ? ആ കാൽവറിയുടെ കുലക്കളത്തിലൊഴിയല്ല, അല്ലെങ്കിൽ ഗസമന മുതൽ ഗബദ വരെയും ഗബദ മുതൽ ഗോൽഗൊത്ത വരെയും ഒഴുകിയ ചുടുനണമല്ലേ ഒരു 33.5 വയസ്സുള്ള ഒരു യൗവനക്കാരന്റെ ഒരു ചുടുനണമില്ലേ? ആ രക്തത്തിന് എന്തു വിലയുണ്ടോ ആ വിലയാണ് എന്റെ വില. ഒന്ന് കരമുയർത്തിയത് സ്തോത്രം പറയാൻ പറ്റുമോ? ഭാരത്തിൽ കൂടെ പോകുന്ന, കഷ്ടങ്ങളിൽ കൂടെ പോകുന്ന ഒരു കല്ലലിയ പൊന്ന തീക്കകത്തൂടെ കിടക്കുന്ന പോലെ ഇന്ന് ഇതിനകത്തെ കഷ്ടങ്ങളിൽ കൂടെ പോകുന്ന ചിലരോട് പരിശുദ്ധാത്മാ പ്രവചിച്ചു പറയുക, കാൽവരിയുടെ ചുടുനണത്തിന്റെ വില അതാ ദൈവോദരം നിന്റെ വിലയെന്ന് പറയുന്നത്. മുമ്പേ സിസ്റ്റർ പാട്ട് പാടിയപ്പോ നമ്മെ ആരാധനയിലേക്ക് നയിച്ചപ്പോ കാൽവറി രക്തത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെങ്കിൽ ഇന്ന് ഇത്ര അഭിഷക്തന്മാരിരിക്കുന്ന മീറ്റിങ്ങിനകത്ത് ചിലതിനെയൊക്കെ പിടിച്ചൊതുക്കാൻ നോക്കുന്ന ഇരുട്ടിന്റെ ആഴങ്ങള് കാൽവരിയുടെ രക്തത്താൽ, എന്റെ യേശുവിന്റെ രക്തത്താൽ ഒരു വിടുതൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ നമ്മൾ വചനത്തിനകത്ത് നിന്നുകൊണ്ടെന്ന് വിളിച്ചു പറ. ഇന്നൊരു അസാധാരണമായ വിടുതലുകൾ ചിലർ വെളിപ്പെടാനിടയാകട്ടെ. നാളുകളായി ശരീരത്തെ ഭരിക്കുന്ന ചില രോഗബന്ധനങ്ങള് ഇന്ന് ഈ രാത്രിയിൽ ഈ വചനത്തിന്റെ ശക്തിയാൽ ദൈവാത്മാവ് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ മടങ്ങി വരിക. അപ്പോ വിശ്വാസത്തിന്റെ പരിശോധന യാക്കോബ് പറയും. നമുക്ക് അധികം ഡീറ്റെയിൽ ആയി പറയാൻ സമയമില്ല. വിശ്വാസത്തിന്റെ പരിശോധന 2-ാം അധ്യായത്തിൽ പറഞ്ഞത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ്. വിശ്വാസമില്ല പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന് പറഞ്ഞ് യാക്കോബ് വിശ്വാസത്തിന്റെ പ്രവൃത്തി പറയുന്നു, തൊടുന്നില്ല. 3-ാം അധ്യായം വിശ്വാസത്തിന്റെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നു. നാവിനെ കുറിച്ച് പറയുന്നതൊക്കെ ഉണ്ടല്ലോ. വിശ്വാസത്തിന്റെ സംരക്ഷണമാകട്ടോ. എന്റെ വിഷയത്തിലേക്ക് ഒന്ന് കയറി വരാം. നമുക്ക് എല്ലാവർക്കും അറിയാം വിശ്വാസം വർദ്ധിക്കാൻ ഒരു അവയവമുണ്ട്, അത് ചെവിയാണ്. ശ്രദ്ധിക്കണേ, വിശ്വാസത്തിന്റെ വർധനവിന്റെ അവയവം ചെവി. ബൈബിളിലുണ്ടല്ലോ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. വിശ്വാസത്തിന്റെ വർധനവിനുള്ള അവയവം ചെവിയാണെങ്കിൽ വിശ്വാസം ചോരാൻ ഒരു അവയവമുണ്ട്, അത് നാവാണ്. വിശുദ്ധി ചോരാനുള്ള അവയവം അത് കണ്ണാണെങ്കിൽ വിശ്വാസം ചോരാനുള്ള അവയവം അത് നാവാ. ഞാൻ വിവരിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് നാവിനെ കടിഞ്ഞാണിട്ട് നിൽക്കണമെന്ന്. ശ്രദ്ധിക്കണേ. അപ്പോ അവിടെ വിശ്വാസത്തിന്റെ സംരക്ഷണം പറയുമ്പോ 4-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ സമർപ്പണം പറയുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. അവിടെ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത്. അർത്ഥാൽ നമുക്ക് ഇങ്ങനൊന്ന് പറയാം, യാക്കോബ് പ്രവൃത്തിയുടെ അപ്പോസ്തലൻ എന്ന് പറയുന്നത് കേവലം ഒരു പ്രവൃത്തിയുടെ അപ്പോസ്തലൻ അല്ല. അദ്ദേഹം വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം അതിന്റെ ഒരു ഭാഗമാകട്ടോ. എഫക്ച്വൽ പ്രയറിനെ കുറിച്ച് ദൈവത്തിലെ എത്ര പേർക്ക് ഇന്ന് ഈ രാത്രി ഒരു ആഗ്രഹമുണ്ട്, കർത്താവ് ഈ ലോകത്തിൽ ഞാൻ ജീവിച്ച് കണ്ണടയുന്നതിന് മുമ്പ് അസാധാരണമായ ചില ദൈവപ്രവൃത്തികളെ ഈ തലമുറ ചെയ്യാൻ പരിശുദ്ധാത്മാവിനോട് ഒരു വാക്കിടപെടുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഒരു ജനത്തിന്റെ മധ്യത്തിൽ എവിടെങ്കിലും ഒരു പ്രാർത്ഥനയുടെ നാളം കത്തിക്കത്തക്കവണ്ണം ദർശനം പ്രാപിച്ച ഒരുപറ്റം അഭിഷക്തന്മാരാ തുടങ്ങിയ ഒരു മീറ്റിംഗ് ആയത്. ശ്രദ്ധിക്കണേ, ഉറങ്ങിക്കിടന്ന ഒരു ജനത്തിന്റെ മധ്യത്തിൽ ഒരു കാഴ്ചപ്പാടോടെ ഒരു റിവൈവൽ മാത്രമല്ലല്ലോ, അതിനപ്പുറത്ത് ചില ദൈവാത്മാവിന്റെ പ്രവൃത്തികൾ ആഗ്രഹിച്ച ഒരുപറ്റം അഭിഷക്തന്മാർ ഇത് ആരംഭിച്ചെങ്കിൽ ദൈവാത്മാവ് ഇങ്ങനെ വാക്കിടപെടുന്നു. ഹല്ലേലൂയ, കർത്താവ് നമ്മെ കൊണ്ട് ചില തുടങ്ങിച്ചെങ്കിൽ അതിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്താൻ എന്റെ കർത്താവ് വിശ്വസ്തൻ തന്നെയാണ്. ശ്രദ്ധിക്കണേ. അപ്പോ നമ്മുടെ വാക്യത്തിലേക്ക് നമ്മൾ ഓടിക്കയറുക. അപ്പോ വിശ്വാസത്തിന്റെ പ്രാർത്ഥന പറയുമ്പോ അവിടെ യാക്കോബ് പറഞ്ഞൊരു കാര്യമാണ്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഞാനൊന്ന് ഓർപ്പിക്കേണ്ടത് ഇതില് യഥാർത്ഥത്തിൽ അവിടെ ഞാൻ നിൽക്കത്തില്ല. നമുക്ക് അടുത്ത വിഷയം കർത്താവിനെ ഏൽപ്പിച്ച ദൂത് എങ്കിൽ ഇത് പറയാൻ നമുക്ക് അതിലേക്ക് വരാൻ പറ്റില്ല. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അടുത്തത്.
ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് ഒരു എക്സാമ്പിളാണ്. നമ്മളെ ഉറപ്പിക്കാനുള്ള ഒരു എക്സാമ്പിളാണ്. ആ എക്സാമ്പിൾ എവിടുന്ന് വന്നു ചോദിച്ചാൽ ഈ വാക്യത്തിൽ നിന്നാണ് വന്നേ. അവിടെ കിടക്കുന്നത് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ബലിക്കുന്നു. എനിക്ക് അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. മെസ്സേജ് മൊത്തം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കർത്താവ് അവിടെ അല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എഫക്ച്വൽ പ്രയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. മുമ്പ് ഞാൻ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്, അല്ലെ, പ്രാർത്ഥിക്കുന്നവന്റെ വേദനയാ പ്രാർത്ഥന ബലകരമാകണമെന്ന്. പ്രാർത്ഥിക്കാത്തവൻ അങ്ങനെ കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ പ്രാർത്ഥിക്കുന്നവന്റെ വലിയൊരു സ്വപ്നമുണ്ട്, അവന്റെ ഒരു വേദനയുണ്ട്. കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ചെറുതോ വലുതോ ആയ വിഷയം അതൊന്ന് എഫക്ച്വൽ ആകണം, അതൊരു ബലകരമാകണം. ദൈവത്തിലെ ബലകരമായ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ വാക്യത്തിലേക്ക് കയറുകയാണ്. ബലകരമായ പ്രാർത്ഥനയ്ക്ക് അവിടെ ഒറ്റ വാക്യം മാത്രമാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ബലിക്കുന്നു. ശ്രദ്ധിക്കണം, ഞാൻ ദൈവത്തിനെ എഴുതുന്നവർക്ക് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് നമ്മൾ ഏലിയാവിന്റെ പ്രാർത്ഥനയിലേക്ക് കയറുക. അപ്പൊ അവിടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ബലിക്കുന്നു. അങ്ങനെയെങ്കിൽ ബലകരമായ പ്രാർത്ഥന സംഭവിക്കണമെങ്കിൽ 3 കാര്യം സംഭവിക്കണം. അവിടെ തന്നെ കിടക്കുന്നു. 1, നീതിമാൻ പ്രാർത്ഥിക്കണം. 2, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം. 3, ശക്തിമത്തായി പ്രാർത്ഥിക്കണം. ഗ്രീക്കിൽ എടുത്താൽ അവിടെ ഒരു വേർഡുണ്ട്, പവർഫുൾ എന്നൊരു വാക്ക്, ശക്തിമത്തായി പ്രാർത്ഥിക്കണം. ഇതൊന്ന് ചൂണ്ടിക്കാണിച്ച് നമ്മുടെ പ്രധാന ഇതിലേക്ക് കയറുകയാണ്. അപ്പൊ നോക്കിയാട്ടെ, അവിടെ കിടക്കുന്ന നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ വലിക്കുന്നതെന്ന, നീതിമാന്റെ പ്രാർത്ഥന വലിക്കുന്നതെന്നല്ല, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ വലിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്കൊന്ന് പറയാം, ഫലകരമായ പ്രാർത്ഥനയ്ക്ക് 3 ക്രൈറ്റീരിയ ഉണ്ട്. ശ്രദ്ധിക്കണേ, ഏത് കാര്യത്തിനും ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ആരോടോ ദൈവാത്മാവ് ഒരു വാക്കിടപെടുന്നു. ദൈവം ഇതിലെ ചിലരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നിൽക്കുന്നിടത്ത് നിന്ന് ദൈവത്തെ വിളിച്ചാൽ മതിയെന്ന്. നോ, അത് ആളുണ്ട്. ദൈവാത്മാ പ്രവചനാത്മാവിൽ ആ വാക്ക് പറയുന്നത്. ഒരു പക്ഷെങ്കിൽ ഡിവൈസ് ഓൺ ചെയ്യാതാകാം. ചിലരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. പണ്ടൊക്കെ ഞാൻ കർത്താവിന്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഹെബ്രോൻ ഹൂസ്റ്റൺ എന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞത്, ഒരു യാക്കോബ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. 99 22ാമത്തെ വയസ്സിലാ എന്റെ യേശുവിനെ ഞാൻ കണ്ടുമുട്ടിയത് കേട്ടോ. അതുവരെ 22ാമത്തെ വയസ്സ് വരെ ഞാനും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ, എന്നോട് സുവിശേഷം പറഞ്ഞ, എന്നെ രക്ഷയിലേക്ക് നയിക്കാൻ സുവിശേഷം പറഞ്ഞ ദൈവദാസന്മാരോടൊക്കെ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിൽക്കുന്നിടത്ത് നിന്ന് ദൈവത്തെ അങ്ങ് വിളിച്ചാൽ മതിയെന്ന്. പക്ഷെ 22ാമത്തെ വയസ്സിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നിൽക്കുന്നിടത്ത് നിന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നവനല്ല ദൈവം, നിൽക്കേണ്ടിടത്ത് നിന്നിട്ട് വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് ദൈവം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ശ്രേഷ്ഠമാണെങ്കിലും എല്ലാത്തിനും ദൈവത്തിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയ വിട്ടൊരു കാര്യമില്ല കേട്ടോ. നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ കർത്താവിന്റെ സ്നേഹം അൺകണ്ടീഷൻ. ഇത് ഒരു ഇവാഞ്ചലൈസേഷൻ മെസ്സേജ് ഇപ്പൊ പോകുന്നത്, ദൂത് മാറി. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, നിൽക്കുന്നിടത്ത് നിന്ന് വിളിക്കല്ലേ, അത് അപകടമാ. അങ്ങനാണെങ്കിൽ ദൈവ പ്രാർത്ഥന ആരുടെയൊക്കെ കേൾക്കണമെന്ന് അറിയാമോ? നിൽക്കുന്നിടത്ത് നിന്നല്ല വിളിക്കേണ്ടത്, നിൽക്കേണ്ടിടത്ത് നിന്നിട്ട് വിളിച്ചാൽ ദൈവം വിളി കേൾക്കും. നമുക്കറിയാവുന്ന അൺകണ്ടീഷണൽ ലവിനെ കുറിച്ച്, ദൈവത്തിന്റെ അൺകണ്ടീഷണൽ ലവിനെ കുറിച്ച് പറയുമ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന ഒരു വാക്യം മുമ്പ് ഞാൻ പറഞ്ഞു, യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ഇത് പറഞ്ഞിട്ട് പറയുന്നത് എന്നാന്നറിയോ? അൺകണ്ടീഷണൽ ലവ് ആണ്. അല്ല കേട്ടോ, അതിനകത്ത് ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷൻ ആണെങ്കിലും അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. എല്ലാവർക്കും അല്ല, ഇതിനകത്തിരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാ വചനത്തിൽ കൂടെ ഓർപ്പിക്കുക. അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക എന്നൊരു കണ്ടീഷൻ ഉണ്ട്. രക്ഷ സാർവലൗകികമാകട്ടോ, അല്ലെങ്കിൽ രക്ഷയുടെ കാതോലിസിറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ അൺകണ്ടീഷണൽ ലവിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. എല്ലാവർക്കും കിട്ടില്ല രക്ഷ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ചിലര് ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാ വചനത്തിൽ കൂടെ ഒരു വാക്കിടപെടുന്നു. കർത്താവ് ഒരിക്കല് ഒരു ശാസ്ത്രി യേശുവിന്റെ അടുക്ക വന്ന് വചനത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ കർത്താവ് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ സ്വർഗരാജ്യത്തോട് അകന്നവനല്ല എന്നൊരു വാക്ക് പറഞ്ഞു. എന്റെ ടോപ്പിക് അല്ല, ഒരു വചന വെളിപ്പാടായി പറഞ്ഞത്. ശ്രദ്ധിക്കണേ, കർത്താവ് ഒരുത്തനോട് പറഞ്ഞത്, നീ സ്വർഗരാജ്യത്തോട് അകന്നവനല്ല എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു അപകടമുണ്ട്, നീ അകത്തും അല്ലെന്നാ.
എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നീ അകന്നവനല്ല, നീ അകത്തുമല്ല. സ്വതം അല്ല, നീ അടുത്തൊക്കെയാണ്. അല്ല, സ്വർഗരാജ്യത്തിന്റെ പെയിന്റ് വാർണിഷ് ആണോ അടിച്ചത്? അത് പെയിന്റ് ഏതാണ് ഒക്കെ നോക്കി നിൽക്കുന്ന ചില മണ്ഡലം. പക്ഷേ കുഞ്ഞേ, ശാസ്ത്രിയോട് പറഞ്ഞത് നീ അകന്നവനല്ല, പക്ഷെ അകത്തുമല്ല. അല്ല, യഥാർത്ഥത്തിൽ ഞാൻ ഈ മെസ്സേജിനകത്ത് വേറൊരു വാക്ക് വരില്ല. എന്നാൽ ആരെയോ കർത്താവ് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ അകന്നവരല്ലാതെ, ഒരു പക്ഷേ ഫേസ്ബുക്ക് ലൈവ് കൂടെ പോകുന്നുണ്ടല്ലോ, അങ്ങനെ ആരോടോ പരിശുദ്ധാത്മാവ് ഈ മെസ്സേജ് ഇപ്പൊ കേൾക്കുന്ന ആരോടോ ദൈവാത്മാവ് ഇടപെടുന്നു. അകന്നവനായിരിക്കാനല്ല, ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് കയറി വരാൻ. ഇതിനകത്ത് ഇന്ന് മീറ്റിംഗ് നടത്തുന്ന ഇതിനകത്തുള്ള പ്രിയപ്പെട്ടവരെ കരമുയർത്തി സ്തോത്രം പറ. നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ല, ജീവിതങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ ഈ സന്ദേശം കേൾക്കുമ്പോ ചിലരൊക്കെ ദൈവരാജ്യത്തിന്റെ പൗരത്വം പ്രാപിക്കുവാൻ, ദൈവ കൃപയിലേക്ക് കടന്നു വരാൻ കർത്താവിന് ചില പദ്ധതികളുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഈ മീറ്റിംഗിനകത്ത് പ്രാർത്ഥിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കേവലം ഒരു മീറ്റിംഗ് നടത്തിയെന്നല്ല, അതിനപ്പുറത്ത് ചില ജീവിതങ്ങൾ യേശുവിനെ കണ്ടുമുട്ടുവാൻ ദൈവരാജ്യത്തിന്റെ അംഗത്വങ്ങൾ കൂടത്തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കണ്ട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. ചിലരൊക്കെ ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് കയറി വന്ന് ശക്തരായി മാറാൻ. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് വരെ. പ്രൈസലോ. ഞാൻ ഇവിടെ നിന്ന് കർത്താവിന്റെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വാക്കോട് ഓർപ്പിക്കുന്നു. ഇന്ന് എല്ലാവർക്കും കിങ് ആകാൻ ആഗ്രഹം, രാജാവാകാൻ. എന്നാൽ ദൈവം എല്ലാവരെയും രാജാവാക്കില്ല, ചിലരെ രാജശില്പികളാക്കും, കിങ് മേക്കർ ആക്കും. സ്വതം എനിക്ക് ഡിവൈസ് കൊണ്ട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് പബ്ലിക് ലൈവിൽ പോകുന്നുണ്ട്, പേരൊന്നും പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ. സ്വതം എല്ലാവർക്കും ആരാകാൻ ആഗ്രഹം? കിങ് ആകാൻ, രാജാവാകാൻ. എന്നാൽ ദൈവം എല്ലാവരെയും രാജാവാക്കില്ല കേട്ടോ. ഡിവൈസ് യൂണ്ടി ദൈവാത്മാ പറയുന്നത് ചിലരെ കർത്താവ് കിങ് മേക്കർമാരാക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ശമുവേൽ അഭിഷക്തന്മാരെ ദൂത ദൈവാത്മാവ് ഇടപെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് കിങ് ആകാനല്ല, ദൈവത്തിന് ചില കിങ് മേക്കർമാരെ വേണം. പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആ വാക്ക് പറഞ്ഞത്. എന്ന് പറഞ്ഞ ശമൂവേൽ കിങ് മേക്കർ ആകട്ടോ. ശമൂവേൽ 2 ശക്തന്മാരായ രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു. അല്ല, 1 ശമൂവേൽ 10-ാം അധ്യായത്തിൽ ശൗലിനെ, 16-ാം അധ്യായത്തിൽ ദാവീദിനെ. ഇതിനകത്ത് ചില കിങ് മേക്കർമാരുണ്ടെന്ന് ഇതിനകത്ത് ദൈവാത്മാവ്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡെലിവറൻസ് പോലെ മെസ്സേജ് പോകണമെന്ന് ആഗ്രഹിച്ച് ഭക്തൻ അല്ല ഇൻട്രഡക്ഷൻ പറഞ്ഞത് കൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഈ മെസ്സേജ് ഒരു ഡെലിവറൻസ് പോലെ പോകുന്നത്. അതിന്റെ ഒരു അഭിഷേകം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവ് എന്നെ കിങ് ആക്കിയില്ലേലും ചില രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു രാജശില്പിയാക്കി എന്നെ മാറ്റണമേ. ഒരു ശമൂവേല് തൈലപാത്രം കൊണ്ട് സ്വത്രം എഴുതി വെച്ചോ. പരിശുദ്ധാത്മാവ് മീറ്റിങ്ങിനെ നോക്കി പ്രവചിച്ചു പറയുക. ഇതിനകത്തൊക്കെ നടക്കുന്ന ചില വിടുതലുകൾ കൊണ്ട്, ചില അഭിഷേകത്തിന്റെ ആഴം കൊണ്ട് വരും കാലങ്ങളിൽ കർത്തൃവരവ് താമസിച്ചാൽ ചില രാജാക്കന്മാർ എഴുന്നേൽക്കും കേട്ടോ. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ചില രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കത്തക്കവണ്ണം നിങ്ങൾക്ക് നൽകിയ ദർശനത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് ദൈവാത്മാവ് ദൂതരപ്പെടുത്തി മടങ്ങി വരികയാ. അപ്പൊ പറയാൻ വന്നത്, ഒരു എഫക്ച്വൽ പ്രയറിന് 3 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, നീതിമാൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വിഷയ കർത്താവിനെ ഏൽപ്പിച്ച ദൂത അതല്ല. പ്രധാന വാക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പോയിന്റ് എന്ന് പറഞ്ഞ അതിലേക്ക് വരും. ഒന്ന്, നീതിമാൻ പ്രാർത്ഥിക്കണം. അവിടെ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ പഠിക്കുന്നതാണ്. 2, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. 3, ശക്തിമത്തായി പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ഫലകരമായ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും വചനത്തിന് ഓർപ്പിക്കാനുള്ള 3 ചിന്തകളാണ്. ഞാൻ ഈ നീതിമാൻ എന്ന വാക്ക് ഒന്ന് തൊട്ടു പോകുക, വചനം പഠിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി. നീതിമാൻ എന്ന വാക്ക് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ പറയാം, പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കണേ, പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കണം. നീതിമാൻ എന്ന വാക്കിന് നമുക്ക് മാറ്റി പറയാൻ പറ്റിയ ഒരു വാക്ക് പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കണമെന്നാണ്. വേദപുസ്തകത്തിൽ ഒത്തിരിയും തെളിവുണ്ട് കേട്ടോ. ഒന്നും തൊടാതെ തന്നെ 1-2 കാര്യം മാത്രം പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക്, അടുത്ത പോയിന്റിലേക്ക് കയറുക. കാരണം പ്രാഗൽഭ്യം അറിയാമോ? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാഗൽഭ്യത്തോടെ ഈ പ്രാർത്ഥിക്കും പറയുന്നൊരു കാര്യം, ഞാൻ ചപ്പാണ്, ഞാൻ ചവറാണ്, ഇതൊക്കെ നമ്മളൊക്കെ പറയും അല്ലേ. നമ്മൾ സകല നികിഷ്ടജീവിയുടെ പേരും പറയും. ദൈവദാസന്മാരെ ബഹുമാനിച്ചാണ് ഞാൻ ആ വാക്ക് പറയുന്നത്. അല്ലെ, നമ്മള് പുഴുവാണെന്നൊക്കെ പറയും. എന്തൊക്കെ പറയാൻ പറ്റുമോ നമ്മുടെ വായിൽ അപ്പോഴൊക്കെ വരുന്നതൊക്കെ നമ്മളങ്ങ് വിളിച്ചു പറയും. കാരണം നമ്മുടെ താഴ്മ ദൈവസന്നിധി കാണിക്കാനാ. അങ്ങനെ മധ്യ തിരുവാങ്കൂറിൽ ഒരാൾ പ്രാർത്ഥിച്ച്, കർത്താവെ ഞാൻ ചവിട്ടുമത്തയാണ് പ്രാർത്ഥിച്ച ആൾക്കാർ വരെ ഉണ്ട്. വല്ല മനസ്സിലാകുന്നോ? ഞാൻ ചവിട്ടുമത്തയാണ് പ്രാർത്ഥിച്ചവർ വരെ ഉണ്ട്. കാരണം ഇത് കേട്ട ഒരാൾ ചോദിച്ചു, എന്തിനാ നീ ചവിട്ടുമത്ത എന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എല്ലാവരും പുഴുവും ക്രീമൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഒരു വിറ
വെറൈറ്റി ആയിക്കോട്ടെ കരുതി ഞാൻ ചവിട്ടുമത്ത പറഞ്ഞ എന്റെ സഹോദരങ്ങള്, നമ്മൾ ആരും ചവിട്ടുമത്ത അല്ല കേട്ടോ, നമ്മൾ ആരും പുഴുവല്ല കേട്ടോ, നമ്മൾ ആരും കൃമിയല്ല. പിന്നെ താഴ്ത്താൻ പറ്റുമെങ്കിൽ താഴ്ത്തിക്കോ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആരും ഇതല്ല. പിന്നെ കർത്താവിനെ മടക്കി കൊണ്ടുവന്ന മുമ്പേ പറഞ്ഞ വാക്കിലേക്ക് നമ്മുടെ വില എന്താണെന്നറിയാമോ? കാൽവറിയുടെ കുലക്കളത്തില് നമുക്കായി ഒഴുക്കപ്പെട്ട രക്തത്തിന്റെ വില. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയാം, 1999 എന്നെ ഒന്ന് വിലയ്ക്ക് മേടിക്കണമെന്ന് എന്റെ സ്വർഗം ഒന്ന് ആഗ്രഹിച്ച എന്റെ അപ്പൻ ആഗ്രഹിച്ചപ്പോ ഹല്ലേലൂയ സ്വരം ആദ്യം എന്റെ വില്ലേജ് അത്തിക്കാൻ വില്ലേജാ കേട്ടോ, സ്വരം അത്തിക്കാൻ വില്ലേജ് മൊത്തം കെട്ടിവെച്ച എന്റെ ആത്മാവ് കിട്ടുമോ നോക്കി, കിട്ടത്തില്ലെന്ന് മനസ്സിലായി. റാന്നി താലൂക്ക് കിട്ടത്തില്ലെന്ന് മനസ്സിലായി, പത്തനംതിട്ട ജില്ല കിട്ടത്തില്ലെന്ന് മനസ്സിലായി, കേരളം ഇന്ത്യ കിട്ടത്തില്ലെന്ന് മനസ്സിലായി. എന്നെ ഒരു ത്രാസ വെച്ചിട്ട് അടുത്ത ത്രാസല് മുഴു ലോകത്തെ മൊത്തം വെച്ചപ്പോഴും മനസ്സിലായി എന്നെ കിട്ടത്തില്ലെന്ന്. അപ്പോ മുഴു ലോകത്തെക്കാൾ വിലയേറിയ ഒറ്റ കാര്യമുള്ളൂ, തന്റെ കുഞ്ഞാടിന്റെ രക്തം. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? കുഞ്ഞാടിന്റെ രക്തം. അതുകൊണ്ടല്ലേ പത്രോസ് 1 പത്രോസ് അതിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ നടക്കുന്നത്, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിന്റെ നിഷ്ദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ. എത്ര പേർക്കൊന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റും? നമ്മുടെ വില എന്ന് പറയുന്നത് കാൽവറിയുടെ രക്തത്തിന്റെ വിലയാ. ഇന്നൊരു ഡെലിവറൻസ് വിഷയത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തം ഇന്ന് ചില കുടുംബങ്ങൾക്കകത്ത് ഒഴുകട്ടെ. പിടിച്ചു വച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ആഴങ്ങള് ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ശക്തിയാൽ, എന്റെ യേശുവിന്റെ രക്തത്താൽ വിടുതൽ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. ശ്രദ്ധിക്കണേ, നമ്മുടെ വിഷയത്തിലേക്ക് കയറി വരിക. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചപ്പും ചവറും ഒക്കെ പറഞ്ഞതിന്റെ കാരണം പ്രാഗൽഭ്യത്തോടുള്ള പ്രാർത്ഥനയാണ് പറഞ്ഞത് കേട്ടോ. ഒറ്റ വാക്ക് പറഞ്ഞു വിടുക. ചപ്പും ചവറും ഒക്കെ പറഞ്ഞതിന്റെ കാരണം അങ്ങനെ പ്രാർത്ഥിച്ചൊരു മനുഷ്യനുണ്ട്. അത് മറ്റാരുമല്ല, അബ്രഹാം. അബ്രഹാം 75-ാമത്തെ വയസ്സിൽ പ്രാഗൽഭ്യത്തോടുള്ള പ്രാർത്ഥന അത് പറയുമ്പോൾ അബ്രഹാമിനെ ഒന്ന് പറഞ്ഞാലേ പറ്റും. 75-ാമത്തെ വയസ്സിൽ ദൈവം വിളിച്ചിറക്കിയ മനുഷ്യൻ 175 വയസ്സ് വരെ ദൈവത്തോടൊപ്പം നടന്നു, 100 വർഷം. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം 11 പ്രത്യക്ഷതകൾ അബ്രഹാമിനുണ്ടായി. 1ഉം 2ഉം അല്ല, വളരെ ശ്രദ്ധിക്കണേ. ഈ 100 വർഷത്തിനിടയ്ക്ക് 11 പ്രത്യക്ഷത. ഇതിനകത്തൊക്കെ ദൂത് ദൈവാത്മാ പറയുന്നുണ്ട്. ഇതിനകത്ത് ആരോടോ കർത്താവ് ഒരു ദൂത് പറയാൻ നിർബന്ധിക്കുന്നു. കർത്താവെ, പണ്ടത്തെ പോലെ എന്നോടൊരു സ്നേഹമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരാതി പറയുന്ന ചിലർ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ദൈവാത്മാവ് അങ്ങനെ വാക്കിടപെടും. പണ്ടത്തെ പോലെ സ്നേഹമില്ല. പണ്ടൊക്കെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ സാന്ധ്യം അനുഭവിക്കും. ദൈവം അതിൽ എപ്പോഴും ഒന്നും ദൈവസാന്ധ്യം അനുഭവിച്ചില്ലേലും കർത്താവിന്റെ സാന്ധ്യം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കാരണം 100 വർഷം ദൈവത്തോടൊപ്പം നടന്ന അബ്രഹാം 11 പ്രാവശ്യമേ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ 100 വർഷത്തിനിടയ്ക്ക്. എനിക്ക് അവിടെ സമയമില്ല. മെസ്സപ്പൊത്തമായിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട് കാലങ്ങൾ കഴിഞ്ഞ് പദനരാമിൽ നിന്ന് 2ാമത്തെ പ്രത്യക്ഷം ഉണ്ടായത്. അങ്ങനെ മൊത്തത്തിൽ 11 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. ഈ 100 വർഷത്തെ ദൈവത്തോടൊപ്പമുള്ള യാത്രയ്ക്കകത്ത് എപ്പോഴും അബ്രഹാം ക്ലെയിം ചെയ്യുന്നവനാ. പക്ഷെ ഒരിക്കൽ മാത്രം അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഞാന് വെണ്ണീറും പൂഴിയുമായ ഞാൻ, പൊടിയുമായ ഞാൻ നിന്നോട് സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ ദൈവദാസന്മാര്. നേരത്തെയൊക്കെ പറഞ്ഞു ഞാൻ എന്തോന്നിനാൽ അറിയും, എനിക്ക് എന്തോ കിട്ടും, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ലല്ലോ എന്നൊക്കെ മക്കൾ വാശി പിടിക്കുന്ന പോലെ വാശി പിടിച്ച അബ്രഹാം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ പൊടിയും വെണ്ണീറുമാ. അത് പറയാനുണ്ടായ കാരണം അബ്രഹാമിന്റെ ഒരു മൂല്യച്യുതിയാ. സമയമില്ലല്ലോ. എന്ന് പറയാ, മൂല്യച്യുതി സംഭവിച്ചപ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളോട് മാത്രമല്ല വിനയത്വത്തോടെ എന്നെ തന്നെ ഏൽപ്പിച്ചിട്ടൊന്ന് ചോദിക്കുക. ഇന്ന് രാത്രി ദൈവസനിൽ ഇരിക്കുമ്പോ ഒരു പുത്രത്വത്തിന്റെ പ്രാഗൽഭ്യത്തോടെ ദൈവസനിൽ അടുത്തു വരാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു പുത്രത്വത്തിന്റെ പ്രാഗൽഭ്യത്തോടെ. എന്നാ പാസ്റ്ററെ പുത്രത്വത്തിന്റെ പ്രാഗൽഭ്യം എന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ ഒരു വാക്ക് കാണിക്കാം. ഏലിയാവിനെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ കർമ്മേലിൽ യാഗത്തിന് എല്ലാ ചട്ടവട്ടങ്ങളും കൂട്ടി ഏലിയാ പറഞ്ഞത് പുഴുവെന്ന് കൃമിയെന്നും അല്ല പറഞ്ഞത്. ദൈവത്തോട് പറഞ്ഞത്, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഞാൻ നിന്റെ ദാസനെന്ന് ഈ നിൽക്കുന്ന ജനമൊക്കെ അറിയേണ്ടതിന് അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. ആ പ്രാഗൽഭ്യത്തോടുള്ള പ്രാർത്ഥനയ്ക്കകത്ത് തീ ഇറക്കിയെങ്കിൽ മാത്രമല്ല, പുതിയ നിയമത്തിൽ യോഹന്നാൻ 11:40 യേശുവിന്റെ പ്രാർത്ഥന നോക്കിയാട്ടെ. പിതാവിന് നീ എന്നെ അയച്ചു വന്ന് ഇവർ വിശ്വസിക്കേണ്ടതിന് ഞാൻ കൽപ്പിക്കുന്നു, ലാസറേ പുറത്തു വരാൻ പറഞ്ഞ ആ പ്രാഗൽഭ്യമുണ്ടല്ലോ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവ് ഒരു പ്രാഗൽഭ്യത്തോടെ ഒരു ക്രൈസ്തവ ജീവിതം, അല്ലൊരു യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ഒരു പ്രാഗൽഭ്യത്തോടുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം ആഗ്രഹിക്കുന്നവരൊക്കെ കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഞാന് സമയമില്ലെങ്കിലും എന്നെ ഞെട്ടിപ്പിച്ചൊരു ദൈവദാസനുണ്ട്. ഞാൻ ചിലടത്തൊക്കെ അത് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥന എന്നുള്ള വിഷയം എടുക്കുമ്പോൾ പറയും,
പലയിടത്തും പറഞ്ഞ കാര്യമാണ്, നിങ്ങളോടും പറയാം. എന്നെ ഞെട്ടിപ്പിച്ച ഒരു കർത്തൃദാസന. അദ്ദേഹം ഇന്ന് മല്ലപ്പള്ളി, നമ്മുടെ കേരളത്തിൽ മല്ലപ്പള്ളി ഒരു സഭയുടെ ശുശ്രൂഷകൻ. 10-65 വയസ്സുണ്ട്. ഇത് ലൈവ് പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞത്, പേര് പറയേണ്ടതാ, കാരണം ആ ദൈവദാസന്റെ പ്രായം. അദ്ദേഹത്തിന്റെ മൂത്ത മകന്റെ ഭാര്യ അല്ലെങ്കിൽ മരുമോൾ, അവര് കർത്താവിന്റെ വേല ഗുജറാത്തിൽ നിൽക്കുമ്പോ പെട്ടെന്നൊരു വൈറൽ അറ്റാക്ക് ഉണ്ടായി. കോവിഡ് അല്ല കേട്ടോ, കോവിഡ് അല്ല, അതിനൊക്കെ മുമ്പ് വൈറൽ അറ്റാക്ക്. വിവരിക്കാൻ നമുക്ക് സമയമില്ല, ഇനി 10-12 മിനിറ്റ് കൂടെ പെട്ടെന്നാണ് പറഞ്ഞത്. വൈറൽ അറ്റാക്കായി സൂററ്റ് കിരൺ ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ ഈ മോളെ കാണാൻ വേണ്ടി, അവർ കർത്താവിന്റെ വേലയില, ഈ ദൈവദാസൻ ഇന്ന് മല്ലപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകന്റെ ഭാര്യ വൈറൽ അറ്റാക്കായി. ഇന്നൊക്കെ ഒരു 7-8 വർഷം മുമ്പ് നിങ്ങൾ പലരും പ്രാർത്ഥിച്ച ഡാലി എന്നാണ് ആ കുട്ടിയുടെ പേര്. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാണ് അന്ന്. ആ ഇടയ്ക്കെല്ലാം വൈറലായിട്ട് ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച. അങ്ങനെ വൈറൽ അറ്റാക്ക് ഉണ്ടായി. സകല ഇന്റേണൽ ഓർഗനും ഏകദേശം ഡെഡായി. ഈ കിരൺ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി 10:30 ആയപ്പോ ഞാൻ സൂററ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് ഈ മോക്ക് വേണ്ടി ആ വെന്റിലേറ്റർ കയറി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോ എന്റെ കൂടെ ഒരു വിശ്വാസിയും കൂടെ ഉണ്ട് സൂററ്റ് വെച്ച്. അപ്പോ അതിന്റെ തൊട്ട് മുമ്പ് നടന്ന ന്യൂറോ സർജനോട് ഞാൻ സംസാരിച്ചിട്ട് ഇറങ്ങി. ഞാൻ നാട്ടിൽ നിന്ന് പോയതാണ്. ന്യൂറോ സർജനോട് സംസാരിച്ചു. അദ്ദേഹം ഒരു ഗുജറാത്തി ഹിന്ദുവാണ്. ന്യൂറോ സർജൻ എന്നോട് പറഞ്ഞത്, ഈ വെന്റിലേറ്റർ മാറ്റിയാൽ, അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, ഒരു 60 വയസ്സുള്ള ഒരു മനുഷ്യൻ, ഈ വെന്റിലേറ്റർ മാറ്റിയാൽ ഈ കുട്ടി ജീവനോടെ കാണില്ല. പക്ഷെ ഈ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇതിന്റെ മുഖത്തൊരു ദിവ്യ തേജസ് ഞാൻ കാണുന്നു. ആ ന്യൂറോ സർജനോട് പറഞ്ഞ ഗുജറാത്തി ഹിന്ദു അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇതിന്റെ മുഖത്തൊരു ദിവ്യ തേജസ് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഈ വെന്റിലേറ്റർ എടുക്കാൻ എനിക്ക് ഒരു ഉൾപ്രേരണയില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അദ്ദേഹം പറഞ്ഞത്, ആ മനുഷ്യൻ പറഞ്ഞത്, കിരൺ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ പറഞ്ഞത്, ഈ വെന്റിലേറ്ററിൽ നിന്ന് അനേകർ ജീവിച്ചു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, അതിലും കൂടുതൽ ആൾക്കാർ മരിച്ചു പോകുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടി, അന്ന് ആ കുട്ടിക്ക് അവിടെ വരെ 28 വയസ്സേ ഉള്ളൂ കേട്ടോ. ഈ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വെന്റിലേറ്റർ മാറ്റാൻ എനിക്കൊരു ഉൾപ്രേരണ വരുന്നില്ല. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്റെ കൂട്ടത്തിൽ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. പ്രാഗൽഭ്യം പറയുമ്പോഴാ അത് ചേർത്ത് പറയാം. എന്റെ കൂട്ടത്തിൽ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു, സഹോദരൻ. അദ്ദേഹം ഈ മോടെ അമ്മായിയച്ഛൻ, അദ്ദേഹം ഇന്ന് മല്ലപ്പള്ളി പാസ്റ്റാന്ന് ഞാൻ പറഞ്ഞു, ആ അമ്മായിയച്ഛനോട് അല്ലെങ്കിൽ ആ ഹസ്ബൻഡിന്റെ ഫാദറിനോട് ഈ വിശ്വാസി ചോദിച്ച, അച്ഛ ഇങ്ങനെ ചോദിച്ചേ, അച്ഛ വല്ലോ സംഭവിച്ച ഇവിടാണോ അടക്കുന്ന, നാട്ടിൽ കൊണ്ടുപോകുന്ന, മലയാളിയാണ് കുട്ടി, കേരളത്തുകാരി, നാട്ടിൽ കൊണ്ടുപോകുന്നു ചോദിച്ചപ്പോ ആ ഭക്തൻ, ശ്രദ്ധിക്കണേ, അദ്ദേഹം എഴുന്നേറ്റ്, അദ്ദേഹം ഒരു കൗച്ചലിരിക്കുക, ഒരു സോഫായിലിരിക്കുക. ആ രാത്രി 11 മണിയായപ്പോ ആ മനുഷ്യൻ എഴുന്നേറ്റിട്ട്, ആ ദൈവദാസൻ എഴുന്നേറ്റിട്ട് എന്റെ മുമ്പിൽ എന്നെ 2 കൈ ഇങ്ങനെ തുറന്നു കാണിച്ചിട്ട് എന്നോട് പറഞ്ഞ, മോനെ ഷിജു, ഇങ്ങനെ വിളിച്ചത്, മോനെ ഷിജു, ഞാൻ 32 വർഷമായിട്ട് കർത്താവിന്റെ വേലയില, ഇന്ന് വരെ കൈക്കകത്തൊരു കറ പറ്റാൻ എന്റെ ദൈവം സമ്മതിച്ചിട്ടില്ല. ഒന്ന് കരവുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? എന്റെ കൈക്കകത്ത് ഇങ്ങനെ കൈ തോർത്തിട്ട ഇന്നും എന്റെ ഉള്ളിൽ അത് ഉൾക്കിടില്ല ആ ചിന്ത. സ്വതം എന്റെ ഈ 2 കയ്യിലും കറ പറ്റാൻ എന്റെ ദൈവം സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് ചോദിച്ച വിശ്വാസിയോട് ആ പിതാവ് പറഞ്ഞാൽ അറിയാമോ, മോനെ നീ ചോദിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അവള് മരിച്ചാൽ ഇവിടാണോ അടക്കുന്ന, നാട്ടിലാണോ അടക്കുന്നതെന്ന്. ഞാൻ ഈ ഐസ്യുവിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഡെഡ് ബോഡി കൊണ്ടുപോകാനല്ല, അകത്ത് കിടക്കുന്ന എന്റെ മോടെ അവസ്ഥ എനിക്ക് നല്ലവണ്ണം അറിയാം. ഡോക്ടർമാർ പലവട്ടം പറഞ്ഞെന്നോട്, പക്ഷെ എന്റെ ഈ കൈക്കകത്ത് കറവറ്റാത്ത കൈ ആയതുകൊണ്ടും ഞാൻ കർത്താവിന്റെ വേലക്കാരനായതുകൊണ്ടും ഈ ഐസ്യുവിനകത്തുനിന്ന് ഒരു ഡെഡ് ബോഡി പുറത്തു വരില്ല. എന്റെ കുഞ്ഞ് ജീവനോട് അവള് പുറത്തു വരും. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ദൈവമക്കളെ, ആ ഭക്തന്റെ ആ വിശ്വാസത്തിന്റെ പ്രാഗൽഭ്യത്തിന്റെ വാക്ക് ദൈവം മാനിച്ചു കേട്ടോ. ആ മോളെ കർത്താവ് വിടുവിച്ചു. അവള് ബെഡെന്ന് എഴുന്നേറ്റിട്ട് 6 മാസം അവള് ബെഡിലായിരുന്നു. പക്ഷെ ഇന്ന് അവര് കോയമ്പത്തൂര് കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, മരണത്തിന്റെ കരാളഹസ്തങ്ങൾ പിടിവിട്ടത് എവിടാന്ന് ചോദിച്ചാൽ ഒരു ഭക്തന്റെ പ്രാഗൽഭ്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാം, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, വേർപാടോടെ കർത്താവിന്റെ വേല ചെയ്തെന്ന അകത്തളങ്ങളിൽ ഒരു പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ഏലിയാവിനോട് ചേർത്ത് നമുക്കും പറയാം, ഞാൻ നിന്റെ ദാസനാണ്. കർത്താവ് പറഞ്ഞ വാക്കില്ലേ, പിതാവേ നീ എന്നെ അയച്ചെന്ന്. എത്ര പേർക്കൊന്ന് കരവുയർത്തി പറയാൻ പറ്റും? അങ്ങനെ ഒരുവന്റെ അകത്തൊരു പ്രാഗൽഭ്യമുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ പൈശാചിക കോട്ടകൾ തകരും കേട്ടോ. എല്ലാ പൈശാചിക മേഖലകളും ഉടയത്തക്കവണ്ണം അല്ലെങ്കിൽ ഒരു ദൈവകൃപ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ കരവുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കയറി വരിക.
എഫക്ച്വൽ പ്രയർ. ഞാൻ ഇനി കട്ട് ചെയ്ത് ഏലിയാവിലേക്ക് തന്നെ വന്ന് നമ്മൾ നിർത്താൻ പോകും. ബാക്കി 2 പോയിന്റ് വിടുന്നു. ശ്രോതം, ഒന്ന് എഫക്ച്വൽ പ്രയറിന് ഒന്ന് പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കും. 2 അവിടെ കിടക്കുന്ന നീതി ശ്രദ്ധയോട്. അതുകൂടെ ഒറ്റ വാക്കി പറയാം. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ 3 പ്രാർത്ഥന വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. 3 പ്രാർത്ഥന. അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏലിയാവുന്ന വിഷയത്തിലേക്ക് വന്ന കൃത്യസമയത്ത് നിർത്തും. 3 പ്രാർത്ഥനകളുണ്ട്. വേദപുസ്തകം പഠിച്ച ഒന്നാമത്തെ പ്രാർത്ഥന സാധാ പ്രാർത്ഥനയാണ്. സാധാ പ്രാർത്ഥന. 2ാമത്തെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. 3ാമത്തെ പ്രാർത്ഥന അതിശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ 3 ഗ്രേഡ് പരിചയപ്പെടുത്തുന്നത് ബൈബിള്. ഒന്ന് സാധാ പ്രാർത്ഥന. അത് ചിലപ്പോൾ മായി തുടങ്ങി മായിത്തീരും, കായ് തുടങ്ങി കായ്ത്തീരും, പായ് തുടങ്ങി പായ്ത്തീരും. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലെ ഒത്തുവാക്യവും കുറിവാക്യവും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചെന്നിരിക്കും. കേട്ടാൽ മരം ചായുന്ന പ്രാർത്ഥന. പക്ഷെ ഞാൻ ഒരു വാക്ക് പറയാം, ആ പ്രാർത്ഥന കൊണ്ട് വല്ല ഫലവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ അതിനൊക്കെ വിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ എടുക്കുന്നില്ല. 2ാമത്തെ ഒരു പ്രാർത്ഥനയുണ്ട്, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഇവിടെ കിടക്കുന്ന നീതിമാൻ പ്രാർത്ഥിക്കണമെന്നല്ല, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം. ഇത് പറയുമ്പോ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു വാക്യമുണ്ട്, ആക്ട്സ് ചാപ്റ്റർ 12. അവിടെ കിടക്കുന്ന സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. വളരെ ശ്രദ്ധിക്കണം, എടുക്കുന്നില്ല, ഒരു വാക്കൂടെ പറഞ്ഞ് അവിടെ പോയിട്ട് നിർത്താൻ പോവുക. ശ്രദ്ധയോടെ പ്രാർത്ഥന. 3ാമത്തെ ഒരു പ്രാർത്ഥനയുണ്ട് കേട്ടോ, അതിശ്രദ്ധയോടെ കൂടെ പ്രാർത്ഥന. മാനവ കുലത്തിൽ ഒരാൾ മാത്രമേ അങ്ങനെ പ്രാർത്ഥിച്ചുള്ളൂ. അത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഗെത്സമനയിലെ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന കിടക്കുന്നത് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്നല്ല, അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. തെളിവെന്നറിയാമോ? അല്ലെ, വേറെ പഠിതാക്കൾ പറഞ്ഞ പോലെ ഹാർട്ട് പൊട്ടി രോമകൂപത്തിൽ കൂടെ ബ്ലഡ് പുറത്ത് വരത്തക്കവണ്ണം അങ്ങനത്തെ ഒരു പ്രാർത്ഥന. അങ്ങനെയാണ് ചെല്ലു ചോദിക്കും, പാസ്റ്റേ എന്റെ പ്രാർത്ഥന എങ്ങനത്തെ പ്രാർത്ഥനയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ ഉത്തരം പറയാം. സാധാ പ്രാർത്ഥിച്ച സ്വർഗം ചലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ അടുക്ക ദൂതൻ ഇറങ്ങിയില്ലെങ്കിലും പ്രാർത്ഥനാ വിഷയത്തിൽ ദൂതൻ ഇറങ്ങിയിരിക്കും. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോ സഭയുടെ അടുക്ക ദൂതൻ വന്നില്ല കേട്ടോ. പക്ഷെ പ്രാർത്ഥനാ വിഷയം കാരാഗ്രഹത്തിലെ പത്രോസ, അവിടെ ദൂതൻ ഇറങ്ങിയെങ്കിൽ ഇന്ന് എത്ര പേർക്ക് എനിക്കൊരു നിയോഗം കിട്ടുന്നു കേട്ടോ. ആ നിയോഗത്തോടെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ക്ഷേത്രം നിയോഗമില്ലാത്ത വിഷയത്തിൽ പ്രാർത്ഥിച്ചാൽ ജഡത്തിൽ എന്ത് വിതച്ചാലും നാശം കൊയ്യുമെന്നൊരു ചിന്താഗതിയുള്ള ദൈവദാസന ഞാൻ. ഒരു നിയോഗം തരുന്നത് കൊണ്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ക്ഷേത്രം ദൈവാത്മാവ് എനിക്കൊരു നിയോഗം തരുന്നു. സ്വരം നമുക്കൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത് ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, തലമുറയാകട്ടെ, സാമ്പത്തികമാകട്ടെ, എന്താകട്ടെ, അതിന്മേൽ ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഏഞ്ചൽ മിനിസ്ട്രി ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞങ്ങ് നിർത്തുക. ശ്രദ്ധിക്കണേ. അപ്പൊ ഒന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനാ വിഷയത്തിൽ ദൂതൻ ഇറങ്ങും. എന്നാൽ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവന്റെ അടുക്ക ദൂതൻ ഇറങ്ങും. യേശു അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോ യേശുവിന്റെ അടുക്ക ദൂതൻ ഇറങ്ങി. സ്വതം നമുക്ക് അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ പറ്റുകയല്ല, അത് കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. എന്നാൽ നമുക്ക് കഴിയുന്ന ഒരു കാര്യമുണ്ട്, ശ്രദ്ധയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. എത്ര പേർക്കൊന്ന് ആഗ്രഹം ഉണ്ട്? ഒന്ന് പറ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്ക് അതുകൂടെ പറഞ്ഞങ്ങ് നിർത്തുക. എന്നിട്ട് ഏലിയാവിനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഏലിയാവിന്റെ 5 പ്രാർത്ഥനകളുണ്ട്. അതിലെ 1ാമത്തെ പ്രാർത്ഥന ഒന്ന് പറയണമെന്ന് കർത്താവ് ഏൽപ്പിച്ചത് കൊണ്ട് ഒറ്റ വാക്കി പറഞ്ഞ് നിർത്തുക. ഏലിയാവിന്റെ 1ാമത്തെ പ്രാർത്ഥന അറിയാം, മഴ പെയ്യാതിരിക്കാനുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17ാം അധ്യായം, അവിടെയാണ് മഴ പെയ്യാതിരിക്കാൻ. അവിടെ ഇങ്ങനെ ഒരു ചിന്ത ദൈവദാസന്മാർ എടുക്കുന്ന വിഷയ. അല്ലെങ്കിൽ ഒത്തിരിയും ചിന്തകളുണ്ട്. ആരാണ് ബാല്, ആരാണ് അശേര? ഒത്തിരി വേർഷനിൽ കൂടെ, ഒത്തിരി കമന്ററി കൂടെ ഞാൻ പോയപ്പോ എനിക്ക് യോജിക്കാൻ പറ്റിയ ഒരു കമന്റേറിയം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു കമന്ററിക്കകത്ത് കിടക്കുന്നത് ഇങ്ങനെയാണ്. ഈ അശേര എന്ന് കിടക്കുന്നതിന് ഗോഡ് ഓഫ് ദി കൾട്ടിവേഷൻ, ഈ അശേര എന്നുള്ളത് ഗോഡ് ഓഫ് ദ സീ. ബാൽ എന്ന് പറഞ്ഞ ഗോഡ് ഓഫ് ദി കൾട്ടിവേഷൻ. വളരെ ശ്രദ്ധിക്കണേ. ഇതൊന്ന് പറയണമെന്ന് ദൈവാത്മാവനെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം പറയുക. ഒത്തിരി കമന്ററി ഉണ്ട്, ആരായി അശേര, ആരായി ബാൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റിയ ഒരു കമന്ററിക്കകത്ത് ഞാൻ കണ്ടത്, അത് പുരാതന കാലത്ത് ഇഷ്ടംപോലെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ആ കാലത്തെ ഒരു പഠിപ്പിക്കലായതുകൊണ്ട് അതിനകത്ത് കിടക്കുന്നത് ഈ ബാൽ എന്നുള്ളത് ഗോഡ് ഓഫ് ദി കൾട്ടിവേഷനാ, കൃഷിയുടെ ദേവന. അശേര എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് ദ സീ, കടൽ ദേവതയാണ്. അന്നത്തെ സീദോന്യ പഠിപ്പിക്കലാണ്. അപ്പോ അന്ന് സീദോന്യ രാജാവായ എത്തുബാലിന്റെ മകൾ ഇസബേല് വന്നിട്ട് ഇസ്രയേലിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ബാലും അശേരയും കൂടെ വിചാരിച്ചാല് ദേശത്ത് മഴ പെയ്യത്തുള്ളൂ. കാരണം ഗോഡസ് ഓഫ് ദ സീ, കടൽ ദേവതയായ അശേരയും, ഗോഡ് ഓഫ് ദി കൾട്ടിവേഷൻ, കൃഷിദേവനായ
ബാലും കൂടെ വിചാരിക്കണം മഴ പെയ്ത് ദേശത്ത് ധാന്യം വിളയണമെങ്കിൽ. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന, യാഹ്വയെ ആരാധിക്കുന്ന ഇസ്രയേലിന്റെ ഇടയിലേക്ക് അന്യാരാധന മൂർത്തികളെ പ്രതിഷ്ഠിക്കാൻ ഇവിടെ ഇസബേല് ശ്രമിക്കുമ്പോ യഹോവയുടെ ദാസനായ ഏലിയാവ് പറഞ്ഞത്, അല്ലെ ആഹാബിനോട് ഇസബേലിനോട് പറഞ്ഞത്, നീ എന്നാ പറഞ്ഞത്? അല്ലെ ആശേരയും ബാലും കൂടെ പറഞ്ഞാല് ദേശത്ത് മഴ പെയ്യത്തുള്ളെന്ന്, ദേശത്ത് കൃഷി നടക്കത്തുള്ളെന്ന്. എന്നാൽ യഹോവയുടെ ദാസനായ ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യില്ല. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? അങ്ങനെങ്കിൽ ഒരു അഭിഷേകം അതിനകത്ത് വ്യാപരിക്കാനിടയാകട്ടെ. കേവലം നമ്മുടെ കുറെ വിഷയങ്ങൾ മാത്രം പറയല്ല. എത്ര പേർക്കൊന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റും? നീതിമാന്റെ ശ്രദ്ധയോടെ കൂടിയ പ്രാർത്ഥന കുറെ പനി മാറുമെന്നല്ല, തലവേദന മാറുമെന്നല്ല, ദേശത്തെ പിടിച്ചു നിർത്താൻ കരുത്തുള്ളത് ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് കരമുയർത്തിക്കാട്ടെ. ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ഈ മെസ്സേജിന് കോമ ഇടുക. മെസ്സേജ് കഴിഞ്ഞില്ല കേട്ടോ, മെസ്സേജിന് കോമ ഇടുക. നമ്മുടെ സമയം കഴിയുക. പക്ഷെ പ്രാർത്ഥിക്കാൻ 2 വിഷയം നിയോഗമുണ്ട്. ഒന്നാമത്തെ നിയോഗം, നമ്മുടെ വിഷയം എവിടായാലും ഇന്ന് രാത്രിയിൽ ദൂതൻ ഇറങ്ങും. എനിക്കറിയാം ശക്തമായി കർത്താവിനോട് ഈ സുവിശേഷ രണാങ്കണത്തിൽ അധ്വാനിക്കുന്ന ഒരുപറ്റം അഭിഷക്തന്മാരുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത്രയും ദൈവദാസന്മാരും ഇത്രയും ദൈവമക്കളും കൂടി ഇന്ന് രാത്രി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ശക്തമായ ഒരു ദൂതന്റെ ഇടപെടൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നാളെ ടെസ്റ്റ് മണി പറയത്തക്കണം. കർത്താവിന്റെ ദാസി കൂടെ നമ്മൾ ടെസ്റ്റ് മണി കേട്ടാണ് നമ്മൾ ഈ മീറ്റിംഗിലേക്ക് കയറിയത്. അങ്ങനാണെങ്കിൽ നാളെ ടെസ്റ്റ് മണി പറയത്തക്കണം അസാധാരണമായ ചില വിടുതലുകൾ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. അത് മാത്രമല്ല, കേവലം പനി മാറുന്ന, തലവേദന മാറുന്ന ഒരു പ്രാർത്ഥനയല്ല. ഏലിയാവിനെ പോലെ ദേശത്തെ പിടിച്ചു നിൽക്കുന്ന ഒരു പ്രാർത്ഥനാപരത്തോട് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് കണ്ണടച്ചാട്ടെ, കരമുയർത്തിക്കാട്ടെ. ഒരു വാക്കിൽ പ്രാർത്ഥന നിർത്തുക. ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ നല്ല സമയത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവസല്ലായിരിക്കാൻ കർത്താവ് എന്ന കൃപയ്ക്കായി സ്തോത്രം. വിശേഷാൽ അങ്ങയുടെ ഭക്തന്മാരായ അങ്ങയുടെ ജനവാഹനങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് കർത്താവെ എളിവനെ കൂടെ ദൈവാത്മാവ് ഇടപെട്ടൊരു വാക്കുണ്ടല്ലോ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഏത് കാരാഗ്രഹത്തിലായാലും അവിടെ ഒരു ഏഞ്ചലിക് മിനിസ്ട്രി വെളിപ്പെടുമെന്ന് ദൂതനെ അന്ന് അയച്ചെങ്കിൽ, 1-ാം നൂറ്റാണ്ടിൽ അയച്ചെങ്കിൽ ഇന്നും അയക്കുവാൻ അങ്ങ് ശക്തനായ ദൈവമായിരിക്കാൻ വാഴ്ത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവിക സ്വർഗീയ ഇടപെടൽ ആ വിഷയത്തിൽ വെളിപ്പെടട്ടെ കർത്താവേ. ഇന്ന് ആത്മീയ ഭൗതിക വിഷയങ്ങളുടെ മേൽ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി അവരുടെ വിഷയങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ ഡെലിവറൻസുകൾ പ്രഖ്യാപിക്കുന്നതാണ്. കർത്താവ് അത് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദേശത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യരാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവേ. ഏലിയാവ് പറഞ്ഞതുപോലെ, ജോൺ നോക്സ് പറഞ്ഞതുപോലെ ദേശത്തെ ആത്മാവി ചലിപ്പിക്കാൻ ഒരു നിയോഗം ഞങ്ങളുടെ ജനത്തിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിച്ച യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നതാണ്. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ്